അതാണ് രാമരാജ്യം എന്ന് പറയുന്നത്. രാമരാജ്യം. ആ രാമരാജ്യം ശ്രീരാമൻ തിരിച്ചു വന്നിട്ട് ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ട അത്ഭുത പാഠമാണ്. എന്താണ്? ശ്രീരാമൻ ആദ്യമായി മന്ത്രിസഭ ഉണ്ടാക്കി. മന്ത്രിസഭ 8 മന്ത്രിമാർ സിവിലിയൻസ്, 2 മന്ത്രിമാർ പുരോഹിതന്മാർ, അങ്ങനെ 10 മന്ത്രിമാരുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. എന്നിട്ട് ഭരതനെ പിടിച്ച് പ്രൈം മിനിസ്റ്ററാക്കി, ലക്ഷ്മണനെ പിടിച്ച് സർവ്വസൈന്യാധിപനെ ഡിഫൻസ് മിനിസ്റ്ററാക്കി, ശത്രുഘ്നെ പിടിച്ച് ഫൈനാൻസ് മിനിസ്റ്ററാക്കി. അങ്ങനെ 8 പേര്. പിന്നെ വസിഷ്ഠൻ പ്രധാന പുരോഹിതൻ, പിന്നെ വേറൊരു പുരോഹിതൻ, 2 പുരോഹിതന്മാർ ചേർത്തിട്ട് 10 അംഗ മന്ത്രിസഭ ഉണ്ടാക്കി. ആദ്യത്തെ മന്ത്രിസഭ യോഗം കൂടുകയാണ്. ശ്രീരാമൻ പറഞ്ഞു, ഞാൻ വളരെ കുറച്ചു കാലമേ ഈ രാജ്യത്തുണ്ടായിരുന്നു. 18 വയസ്സായപ്പോൾ ഞാൻ വനത്തിൽ 14 വർഷം കഴിഞ്ഞ് 32 വയസ്സായപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ചെറുപ്പം കൊണ്ട് ഞാൻ ചിലപ്പോൾ മണ്ടത്തരം പറയാം, നിങ്ങൾ എന്നെ തിരുത്തണം. എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റായ തീരുമാനം ഉണ്ടായാൽ ആ തീരുമാനം ഈ നാട്ടിൽ ഒരുപാട് പേർക്ക് ദോഷമായി ഭവിക്കും. അതുകൊണ്ട് ഞാനൊരു തെറ്റ് പറഞ്ഞു, നിങ്ങൾ പറയണം, രാജാവേ ഇത് ചെയ്താൽ ഇത്രായിരം പേർക്ക് കുഴപ്പമുണ്ടാവും, ജനങ്ങളെ ബാധിക്കും, എനിക്ക് പറഞ്ഞു തരണം. അതിനാണ് ഞാൻ നിങ്ങളെ അമാത്യന്മാർ, രാമായണത്തിൽ മന്ത്രിക്ക് വിളിക്കുന്നവരെ അമാത്യന്മാരെ അപ്പോയിന്റ് ചെയ്തത്. ഇതാണ് ഒരു ഭരണകർത്താവ് ചെയ്യേണ്ടത്. ഇന്ന് നരേന്ദ്രമോദിയുടെ അടുത്തോ പിണറായി വിജയന്റെ അടുത്തോ ഒരു മന്ത്രിക്ക് പറയാൻ പറ്റുമോ അങ്ങ് ചെയ്യുന്ന വിഡ്ഢിത്തരാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മന്ത്രിസഭ കാണുമോ? കാണത്തില്ല. പക്ഷെ ശ്രീരാമൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരു രാജാവ് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. ഒരു ഭർത്താവ് ഒരു തെറ്റായ കാര്യം ചെയ്യുമ്പോൾ ഭാര്യയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിരിക്കണം. മൂത്ത സീനിയർ മക്കളുണ്ടെങ്കിൽ അച്ഛനെ കാണെങ്കിൽ തെറ്റാന്ന് പറയണം. പക്ഷെ ഭാര്യ തിരുത്താൻ വന്ന ഭർത്താവ് പറയും, പൊടിയുടെ വാട്ടിന് നീ എന്നെ ഉപദേശിക്കാൻ പറഞ്ഞത്. ശ്രീരാമൻ പറയുന്നു, അല്ല, നമ്മളൊരു തെറ്റായത് പറ്റി വളരെ ബാധിക്കാറുണ്ട്. അവിടെ കറക്റ്റ് മീ. ഒരു മന്ത്രിസഭ കൂടുമ്പോൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കേണ്ട പാടാണ് ശ്രീരാമൻ അമാത്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ശ്രീരാമൻ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? മന്ത്രിമാർ പറഞ്ഞു, കരം കൂട്ടണം, ടാക്സ് കൂട്ടണം. അപ്പൊ ടാക്സേഷൻ എങ്ങനെയാണെന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കുകയാണ്. ശ്രീരാമൻ പറഞ്ഞു, കരം കൂട്ടണമല്ലേ, ഞാൻ ജനങ്ങളോട് ചോദിക്കട്ടെ. ശ്രീരാമൻ നടന്ന് ജനങ്ങളുടെ അടുത്തെത്തി. ഇവിടെ കരം പറഞ്ഞാൽ കുറവല്ലേ, നമുക്ക് കരം ഒന്ന് കൂട്ടിയാലോ? ജനങ്ങൾ പറഞ്ഞു, പൊന്നു തമ്പുരാനെ, അങ്ങയുടെ അച്ഛൻ ആ ദശരഥനുണ്ടല്ലോ, അങ്ങനെ ദേവാസുര യുദ്ധത്തിന് പോയി കടം കയറി മുടിഞ്ഞ് ഞങ്ങളെ കരം അടിച്ച് കയറ്റി ഞാൻ കൃഷി ചെയ്യാൻ വയ്യ, കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന മിച്ചം കൊണ്ടിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. ഞങ്ങൾ 10 കൊല്ലമായി ലാൻഡ് കൃഷി ചെയ്തിട്ട്, ഭൂമി കൃഷി ചെയ്തിട്ട് ഞങ്ങളുടെ ഭൂമിയൊക്കെ പാറയായി കിടക്കുകയാണ്. ശ്രീരാമൻ ആലോചിച്ചു, കരം കൂട്ടണമെന്ന് മന്ത്രിമാര്, കരം കുറയ്ക്കണമെന്ന് ജനം. രണ്ടിന്റെ മധ്യത്തിലൂടെ ശ്രീരാമൻ ഒരു തീരുമാനമെടുത്തു. ദ ഗോൾഡൻ മീൻ ഓഫ് ടാക്സേഷൻ. 20% ഈസ് ടാക്സ്. നിങ്ങളുടെ ഭൂമി നിങ്ങൾ കൃഷി ചെയ്ത് 100 പറ നെല്ലുണ്ടായാൽ 20 പറ നെല്ല് രാഷ്ട്രത്തിന് കൊടുക്കണം, 80 പറ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചിട്ട് 200 പറ നെല്ലുണ്ടാക്കിയാൽ 40 പറ നെല്ല് രാഷ്ട്രത്തിന് കൊടുക്കണം, 160 പറ നെല്ല് നിങ്ങൾക്ക് എടുക്കാം. 20% ഈസ് ടാക്സേഷൻ. ഹിന്ദു രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ച കാലത്ത് 20% ഇൻകം ടാക്സ്. സുൽത്താന്മാർ ഭരിക്കാൻ വന്ന് 36%, മുഗളന്മാർ ഭരിക്കുമ്പോൾ 46%, ബ്രിട്ടീഷുകാർ ഭരിക്കാൻ വന്ന് 58%. 58% ടാക്സ് കൊടുത്തിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? പ്രൊഡക്ഷൻ കോസ്റ്റ് കഴിഞ്ഞാൽ മിച്ചം കിട്ടുമോ? ഇല്ല. ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഇന്ത്യ എന്ന രാഷ്ട്രം ദരിദ്ര രാഷ്ട്രമായി മാറി. ഇതാണ് വ്യംഗ്യാർത്ഥത്തിൽ രാമായണത്തിൽ പറയുന്ന കഥ. സംസ്കൃതത്തിൽ കഥ പറയുമ്പോൾ വ്യംഗ്യാർത്ഥ പ്രയോഗം പ്രയോഗിക്കും. ആ വ്യംഗ്യാർത്ഥം മനസ്സിലായില്ലെങ്കിൽ ശുദ്ധ വിവരക്കടായി ഇത് കലാശിക്കും. ഗൗതമൻ ഭാര്യയായ അഹല്യയെ ശവിച്ച് പാറയാക്കി. ദേവേന്ദ്രനെ കടന്നു പിടിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞിട്ട് അവസാനം ശ്രീരാമൻ വന്ന് ചവിട്ടിയപ്പോൾ അതിനകത്തുനിന്ന് അഹല്യ ഇനി പുറത്തു വന്നു. ഇതാണ് നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള കഥ. ഇത് വ്യംഗ്യാർത്ഥ പ്രയോഗത്തിൽ കഥ പറയുന്നതാണ്. അഹല്യ എന്ന് പറഞ്ഞാൽ ഹല്യം ചെയ്യപ്പെടാത്ത ഭൂമി. ഹലം എന്ന് പറഞ്ഞാൽ കലപ്പ. കലപ്പ കൊണ്ട് ഉഴുതു മറിക്കാത്ത ഭൂമിയാണ് അഹല്യ. ഗൗതമൻ, ഗൗ എന്ന് പറഞ്ഞാൽ ഭൂമി, അതേ വാക്കിനാണ് ഗോ, പശു എന്നുള്ള അർത്ഥം വരുന്നത്. ഗൗതമൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥനായ കർഷകൻ. ഗൗതമൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥനായ കർഷകൻ ഉഴുതു മറിക്കാത്തതിനാൽ ഭൂമി അഹല്യായി കിടന്നു. ദേവേന്ദ്രൻ ഇടിയുടെയും മഴ ഉണ്ടാക്കുന്ന ദേവനാണ്. ആ ഇടി മഴയൊക്കെ പേയിച്ചു നോക്കി, ഒന്നും സംഭവിച്ചില്ല. ദേവേന്ദ്രൻ കടന്നു പിടിക്കാൻ വന്നു, ഒന്നും സംഭവിച്ചില്ല.
ത്രേതായുഗത്തിൽ ശ്രീരാമൻ വന്ന് തന്റെ അഗ്രികൾച്ചർ പോളിസിയിലൂടെ പാറയെ കിടന്ന ഭൂമിയെ സമ്പൽ സമൃദ്ധ അയോധ്യയാക്കി മാറ്റി. ഇതാണ് കഥ. കഥ വെങ്ങാത്ത പറയാൻ മനസ്സിലാകാതെ അതൊരു ബലാത്സംഗ കഥയായിട്ടാണ് നമ്മുടെ അമ്പലമുറ്റത്ത് തന്നെ ചില ആളുകളിൽ നിന്ന് പ്രസംഗിക്കാൻ കേട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിനിമാ പാട്ടിൽ സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽമുന കൊണ്ടൊന്ന് തൊട്ടപ്പോൾ തന്നെ കാട്ടിലെ കല്ല് മോഹിനിയെ തൊട്ടതേ ഉള്ളൂ, ചവിട്ടിയില്ല. ഇനി പാറ ചവിട്ടിയെന്ന് രാമായണത്തിൽ വാൽമീകി മഹർഷി പറയുന്നുണ്ടാവും? ഇല്ല. നിങ്ങൾ വാൽമീകി മഹർഷിയുടെ വാൽമീകി വായിച്ചു നോക്കണം. ഒരു ശ്രീരാമൻ അവിടെ വരുമ്പോൾ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകാത്ത ഒരു ഹേസി ആയ ഒരു ക്ലൗഡി ആയിട്ട് നിന്നിരുന്നു. ശ്രീരാമൻ വന്ന് കയറി ശ്രീരാമന്റെ ശരീരം ക്ലൗഡിൽ തൊട്ടപ്പോ അഹല്യയെ കാണാൻ പറ്റുന്ന പരിപാടി. ഇതാണ് വാൽമീകി പറയുന്ന കഥ. ചവിട്ടിയിട്ടില്ല, ചവിട്ടി തൊഴിട്ടൊന്നുമില്ല. ശ്രീരാമൻ മേഘത്തെ തൊട്ടവർ മേഘത്തിൽ നിന്ന് അഹല്യയെ കാണാറായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ വ്യംഗ്യാർത്ഥത്തിൽ പറയാൻ, അപ്പൊ 400 വർഷത്തിന് മുമ്പ് അമ്പലപ്പുഴയിൽ ചിത്രരാമായണം വരച്ചു. രാമായണത്തെ 1000 ചിത്രങ്ങളായിട്ട് വരച്ചു. ചിത്രങ്ങളായിട്ട് വരയ്ക്കുമ്പോൾ ശ്രീരാമൻ പാറയെ ചവിട്ടുന്നവരെ കാണിക്കുന്നത്. കാരണം മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ ഒരു സ്ത്രീ പാറയെ കിടക്കുമ്പോൾ ചവിട്ടാൻ പാടില്ല. അതുകൊണ്ട് അമ്പലപ്പുഴയിൽ ചിത്രരാമായണത്തിൽ വലത്തെ കാല് പൊക്കി ശ്രീരാമൻ ഇടത്തെ കാല് കൈകൊണ്ട് കാലിനടി തട്ടിയപ്പോൾ ചില മണൽത്തരികളെ പാറയിലേക്ക് വീണപ്പോൾ അഹല്യ പുറത്തേക്ക് വരുന്നതായിട്ടാണ് ചിത്രരാമായണം. ചിത്രരാമായണം 1000 രൂപയ്ക്ക് ഒരു പുസ്തകമായിട്ട് കേരള യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കോപ്പി വാങ്ങിച്ച് കൈവച്ചിട്ടുണ്ട്. അപ്പോൾ 400 വർഷത്തിന് മുമ്പ് കേരളത്തിലെ സ്ത്രീകൾ എത്രമാത്രം ബഹുമാനിക്കപ്പെട്ടിരുന്നുള്ളൊരു തെളിവ് കൂടിയാണ്. ചവിട്ടുന്നില്ല, മണൽത്തിരി വീണിട്ടാണ് അഹല്യ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ശ്രീരാമന്റെ അഗ്രികൾച്ചർ പോളിസി വളരെ സമ്പൽ സമൃദ്ധമായ ഒരു അയോധ്യ സൃഷ്ടിക്കുകയാണ്. അപ്പൊ എങ്ങനെയായിരിക്കണം ടാക്സേഷൻ, എങ്ങനെയായിരിക്കണം അവിടെ ഒരു രാജ്യം ഭരിക്കപ്പെടേണ്ടത്? അപ്പൊ എന്താണ് ഈ രാമരാജ്യം? ആ രാമരാജ്യം കൃത്യമായി വാൽമീകി വിവരിക്കുന്നുണ്ട്. ശ്രീരാമന്റെ ഉത്തരവിട്ടു, എല്ലാവരും റോഡ് സൈഡിൽ വസ്തുക്കളുള്ളവർ റോഡ് സൈഡിൽ പൂക്കൾ വിടരുന്ന ചെടികൾ വെച്ച് പിടിപ്പിച്ചകൾ. റോഡിൽ നടന്നു പോകുമ്പോൾ നടക്കുന്ന ആളിന് 2 സൈഡിലും പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിക്കാണ്. സന്തോഷകരമായ ഭംഗിയുള്ള അത് കണ്ടിട്ട് പോകാം, സൗന്ദര്യം കാണാം, പൂക്കളുടെ സുഗന്ധം ശ്വസിക്കാം. അങ്ങനെ റോഡിലൂടെ നടക്കണം. ശ്രീരാമൻ രാമായണം ചെയ്ത പരിപാടിയാണ് അശോക ചക്രവർത്തി പിന്നീട് ചെയ്തത്. റോഡ് സൈഡിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. അന്ന് നല്ല കാര്യമായിരുന്നു. ഇപ്പൊ മരമെല്ലാം ഒടിഞ്ഞ് റോഡിലോട്ട് വീണ് നമ്മുടെ കാറിന്റെ വണ്ടിയുടെ മണ്ടക്കൂടെ മരം വീണ് ആളുകൾ ചാവുന്നു. എന്തെല്ലാം പരിപാടി ഒന്നുമില്ല. അശോക ചക്രവർത്തി പരിപാടി ഇപ്പൊ ചെയ്ത് വെച്ചാൽ മനുഷ്യന് മഹാ ഊദരമാണ് ഈ റോഡ് സൈഡിൽ മരം വെച്ച് പിടിപ്പിക്കുന്നത്. ശ്രീരാമൻ പറഞ്ഞ് മരം വെച്ച് പിടിപ്പിച്ച് കളയരുത്, പുഷ്പങ്ങൾ ഉണ്ടാക്കുന്ന ചെടിയിൽ വെച്ച് പിടിപ്പിക്കണം. പൂക്കൾ കണ്ടുകൊണ്ട് റോഡിലൂടെ ഇങ്ങനെ നടന്ന് പോണം. സുന്ദരമായ റോഡ് പ്ലാനിങ് ആണ്. ശ്രീരാമൻ ഉത്തരവിട്ടു, ആരുടെയെങ്കിലും വീടിന്റെ മുമ്പിൽ വേസ്റ്റ് ഉള്ളതായി കണ്ടാൽ അടുത്ത 90 ദിവസത്തേക്ക് ആ വീട്ടുടമസ്ഥൻ അവന്റെ വീടിന് 90 അടി വലത്തോട്ടും 90 അടി ഇടത്തോട്ടും റോഡില് വേസ്റ്റ് പറക്കുന്ന ജോലി ചെയ്തിരിക്കേണ്ടതാണ്. അന്ന് പ്ലാസ്റ്റിക് ഒന്നും ഇല്ല കേട്ടോ, വേസ്റ്റ് ഇടാൻ. അതുകൊണ്ട് അന്ന് റോഡ് സൈഡിൽ താമസിക്കുമ്പോൾ ഉൾപ്പങ്ങൾ 4 കിഴന്ന് നോക്കും. കാര്യം അയലോക്കത്തും വേസ്റ്റ് ഇട്ടാൽ ഇപ്പം വേസ്റ്റ് ചുമ്മി തന്നെ. അപ്പം അയലോക്കത്തെ വായി നോക്കി ഇങ്ങോട്ട് വേസ്റ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് എല്ലാം രാവിലെ എടുത്ത് നോക്കും. വേസ്റ്റ് ഉണ്ടെങ്കിൽ വേസ്റ്റ് എടുത്ത് മാറ്റും. കാരണം വേസ്റ്റ് എടുത്ത് മാറ്റിയില്ലെങ്കിൽ റോഡ് സൈഡ് മുഴുവൻ തുടക്കുന്ന ജോലി, തൂക്കുന്ന ജോലി അവൻ്റെതായിട്ട് മാറും. അതുകൊണ്ട് അയോധ്യയിൽ ഒരിടത്തും വേസ്റ്റ് ഇല്ല. എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലമുണ്ട് വേസ്റ്റ് ഇടുന്നത്. 109 അടി പൊക്കത്തിലാണ് വേസ്റ്റ് കിടക്കുന്നത്. ഇടക്കിടയ്ക്ക് ആ വേസ്റ്റ് മാറ്റാൻ ഏൽപ്പിച്ച ആളുകൾ ഇടക്കിടയ്ക്ക് തന്നെ തീ കൊടുക്കും. കാരണം അധികം പൊങ്ങാതിരിക്കാൻ വേണ്ടി. അന്തപ്പണി അയോധ്യയിൽ നടക്കില്ല. ഒറ്റ വേസ്റ്റ് അവിടെ കാണാൻ പാടില്ല. വീട്ടുടമസ്ഥൻ രാവിലെ കഴിഞ്ഞിട്ട് വേസ്റ്റ് ഉണ്ടോ നോക്കും. വേസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വേസ്റ്റ് ഡിസ്പോസൽ ബിന്നിക്കൊണ്ട് അവൻ്റെ വീട്ടിനകത്ത് തന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യും. ബയോളജിക്കൽ വേസ്റ്റ് ആണെങ്കിൽ അവനത് കമ്പോസ്റ്റ് വളമാക്കി ചെടിക്കിടും. ശ്രീരാമന്റെ അത്ഭുതകരമായ ഭരണക്രമമാണ്. സരയൂ നദിയിൽ ഇറങ്ങിയാൽ ഒരാൾ നോക്കിയാൽ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ചാരല് എണ്ണമായിരുന്നു വാൽമീകി രാമായണത്തിൽ പറയുകയാണ്. അതായത് നദി വിഷലിപ്തമാക്കി വേസ്റ്റെല്ലാം ഒഴുക്കാൻ പറ്റുകയില്ലായിരുന്നു. കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു പേപ്പർ മില്ലുണ്ടാക്കി നമ്മുടെ പുനലൂർ. ആ പേപ്പർ മില്ലിനകത്തും വിഷം ഇങ്ങനെ ഇറങ്ങി ആ ആറിൽ കൂടെ മുഴുവൻ ഒഴുകി. ഈശക്രു പറഞ്ഞു, കല്ലടയാർ ഒഴുകുന്നു വിഷലിപ്തമായി. മനുഷ്യന് തൊടാമല്ലോ, ചൊറിഞ്ഞ് നാശമായിപ്പോ.
കോഴിക്കോട് ഒരു കല്ലായി പുഴ ഉണ്ടായിരുന്നു. അവിടെ ഒരു മാവൂർ റയോൺസ് എന്ന കമ്പനിയുണ്ട്. അവനുള്ള റയോൺസിൽ ഇറക്കി. റയോൺസ് ഉണ്ടാക്കുന്ന സ്ത്രീകൾ നല്ല സാരിയൊക്കെ കൊടുത്ത് നടന്നു. പക്ഷെ അതിന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് കല്ലായിപ്പുഴയിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ കല്ലായിപ്പുഴ കാറത്തിയുടെ തൊട്ടാൽ ചൊറിയുന്ന പരുവായി. കല്ലായിപ്പുഴ ഒരു മണവാട്ടി നമ്മുടെ സിനിമയിൽ പാടി. പക്ഷെ അന്നത്തെ കല്ലായിപ്പുഴ ഉണ്ടല്ലോ, മണവാട്ടിയല്ല, അമ്മമ്മ ഇറങ്ങിയാലും ഇടപാട് കഴിഞ്ഞു പരുവത്തിനാക്കി കല്ലായിപ്പുഴ. ശ്രീരാമൻ പറഞ്ഞു, സരയൂ നദി ഉൾപ്പെടെ ഏതെങ്കിലും നദിയിൽ വേസ്റ്റ് ഇട്ടാൽ ആ വേസ്റ്റ് കിടക്കുന്ന തീരത്തുള്ള ആളിന് പണിഷ്മെന്റ് കിട്ടും. അതുകൊണ്ട് സരയൂ നദിയിൽ ഒരാളിറങ്ങി നോക്കിയാൽ അടിയില് പാറ കാണാൻ പറ്റും, ചരൽ എണ്ണാൻ പറ്റും. ഇങ്ങനെ 20 റിഫോമാണ്. സമയമില്ലാത്ത കയറുന്നില്ല. 20 റിഫോം. അതാണ് രാമരാജ്യം എന്ന് പറയുന്നത്. രാമരാജ്യം. ആ രാമരാജ്യം ഈ രീതിയിൽ മനുഷ്യന് ജീവിക്കാവുന്ന സമ്പൽ സമൃദ്ധമായ സസ്യശ്യാമളമായ അഹല്യ വീണ്ടും സുന്ദരിയെന്ന് പറഞ്ഞാൽ അയോധ്യ വീണ്ടും സമ്പൽ സമൃദ്ധമായ സസ്യശ്യാമളമായ അയോധ്യയായി മാറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ ആ രാമായണം എങ്ങനെയാണ് രാമന്റെ ഭരണം എന്ന് കൃത്യമായി മനസ്സിലാക്കണം. വാൽമീകി സ്വപ്നത്തിൽ പോലും കാണാത്തൊരു സാധനമാണ് ഉത്തരരാമായണം. ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. സീതാദേവി രാവണന്റെ മോളാണെന്ന് ഉത്തരരാമായണത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. വാൽമീകി സ്വപ്നം പോലും കണ്ടിട്ടില്ല സീതാദേവിയെ രാവണന്റെ മോളാക്കി എവിടെയോ കൊണ്ട് പെട്ടിയിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ കള്ളക്കഥ. സീതാദേവിയെ വാൽമീകി മഹർഷി കൊണ്ട് മക്കളെ ലവനും കുശുവിനും അവളെ വളർന്നു. ശുദ്ധ കള്ളക്കഥ. അവസാനം ബ്രാഹ്മണനായ പുഷ്യമിത്ര ശുങ്കൻ SC/ST വിഭാഗക്കാർക്കെതിരെ ഒരു കള്ള അവിടെ എഴുതി വെച്ചു. ശംഭു ഋഷി തപസ്സിരുന്നു. അപ്പോ ശൂദ്രൻ തപസ്സിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ശ്രീരാമൻ പുഷ്പവിമാനത്തിൽ പറന്നവിടെ വന്നിട്ട് നിന്റെ ജാതി എന്തോടാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ SC/ST ആണെന്ന് പറഞ്ഞു. ശൂദ്രനാന്ന് പറഞ്ഞു. വെട്ടടാ തലയെന്ന് പറഞ്ഞു. ഒറ്റ തലയങ്ങ് വെട്ടി. ഇത് പുഷ്യമിത്ര ശുങ്കന്റെ ബ്രാഹ്മണിസം നടപ്പാക്കിയ പരിപാടിയാണ്. ശംഭു ഋഷി ആരാണ്? ശംഭു ഋഷി ജരാസന്ധ രാജാവിന്റെ മുഖ്യ പുരോഹിതനാണ്. നമ്മൾ ഇന്ന് തന്ത്രി എന്നൊക്കെ വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ മഹാപുരോഹിതൻ എന്ന് വിളിക്കുന്ന ആളാണ്. അദ്ദേഹം എങ്ങനെ ശൂദ്രനാവുക? ശൂദ്രനാവാൻ പറ്റുമോ? ശൂദ്രനാവാൻ പറ്റിയല്ല. മഹാഭാരതത്തിൽ ഇതൊരു വേല കാണിച്ചു വെച്ചിട്ടുണ്ട്. ഏകലവ്യൻ ശൂദ്രനാണ്. ഏകലവ്യൻ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണന്റെ അമ്മാവനായ കംസന്റെ അമ്മായിപ്പനായ ജരാസന്ധന്റെ സേനാനായകന്റെ മോനാണ് ഏകലവ്യൻ. അയാൾ എങ്ങനെയാണ് SC/ST ആവുന്നത്? അയാള് SC/ST അല്ല. നളന്റെയും ദമയന്തിയുടെയും കസിനായിട്ട് വരും ഏകലവ്യൻ. ഇത് ബ്രാഹ്മണിസത്തിന്റെ ഭാഗമായി 2000 ഉണ്ടാക്കിയ കള്ളക്കഥയാണ്. അതുകൊണ്ട് ഉത്തരരാമായണത്തിൽ ഞാൻ പ്രവേശിക്കുന്നില്ല. ഊർജിത രാമായണത്തിന്റെ ഭാഗമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചോ. ഞാൻ മണ്ടത്തരോട് പറയാൻ പറ്റാത്തതും ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അപ്പൊ രാമായണത്തിൽ ആരാണ് ശ്രീരാമൻ? എങ്ങനെയാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്? സീതാദേവിയെ എങ്ങനെയാണ് കരുതിയത്? എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞ് വന്ന് സീതാദേവിയോടൊപ്പം സന്തോഷകരമായി ശ്രീരാമൻ രാജ്യം ഭരിച്ചു ദീർഘകാലം എന്ന് പറഞ്ഞാണ് വാൽമീകി രാമായണം അവസാനിപ്പിക്കുന്നത്. അതാണ് ശരിയായ രാമായണം. സീതാദേവിയോടൊപ്പം സുന്ദരമായി ശ്രീരാമൻ ഭരിച്ചു. സീതാദേവി ഉപേക്ഷിച്ച് നോക്കുള്ള ഉത്തരരാമായണത്തിലെ കഥ ഞാൻ വിശ്വസിക്കാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ രാമായണ കഥ ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചു. അത് തുർക്കിയിൽ ചെന്നു. രാമൻ അവിടുത്തെ ഈശ്വര സങ്കല്പമായി മാറി. ആ കഥ ഗ്രീസിൽ പോയി. ഗ്രീസിൽ ചെന്ന് അത് ട്രോയിലെ പ്രസിദ്ധമായ യുദ്ധത്തിന്റെ ഭാഗമായി. അവിടെ ചെന്നപ്പം രാമൻ, ഹെലൻ ട്രോയുടെ അമ്മായിപ്പനാണ് ഹീറ. രാമൻ ഈ രാവണന്റെ അപ്പന്റെ സ്ഥാനത്തെത്തി. എന്നാൽ ഇതേ കഥ ഈജിപ്തിൽ പോയി. ഈജിപ്തിൽ ചെന്നപ്പോൾ അവിടെ വംശജനായ രാമന്റെ ശബ്ദം അവിടെ സൂര്യഭഗവാന്റെ പേരായ റാ, ആ പേരുള്ള ചക്രവർത്തിമാർ റാമോസിസ് 1, 2, 3 ഉൾപ്പെടെ 12 രാജാക്കന്മാർ ശ്രീരാമന്റെ പേരുള്ളവരാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ. ഈജിപ്തിലെ ഏറ്റവും പ്രധാന ഉത്സവം എന്താണ്? രാം സീതോസ് ഉത്സവം. രാമന്റെ സീതയുടെ ഉത്സവമാണ് പുരാതന ഈജിപ്തിലെ ഏറ്റവും വലിയ ഉത്സവം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ രൂപങ്ങളുടെ കൂട്ടത്തിൽ ശ്രീരാമന്റെ സീതയുടെ രൂപമുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിൽ വരുമ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ആരാധനാമൂർത്തികളുടെ ഭാഗം.
ഇന്ന് പസഫിക് സമുദ്രത്തിലെ 14 ദ്വീപസമൂഹങ്ങളുടെ പേര് ശ്രീരാമചന്ദ്രന്റെ പേരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഇന്ത്യയിലല്ല, കംബോഡിയയിലെ അങ്കോർ വാട്ടാണ്. 10.5 ചതുരശ്ര കിലോമീറ്റർ ഉള്ള 5500 ഏക്കറിലാണ് ആ ക്ഷേത്രം നിൽക്കുന്നത്. ആ ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിൽ കുത്തിവെച്ചിരിക്കുന്ന ആരെയാണ്? ശ്രീരാമനെ. അങ്കോർ വാറ്റ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം ഇന്ത്യയിലല്ല, ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം ഇന്തോനേഷ്യയിലാണ്. ജക്കാർത്തയുടെ അടുത്ത് ബൊറോബുദൂർ ക്ഷേത്രം 1.5 കിലോമീറ്റർ നീളമാണ്. ക്ഷേത്രത്തിന്റെ മെയിൻ ഗേറ്റിൽ കൂടെ കയറിയാൽ 1.5 കിലോമീറ്റർ പോയെങ്കിലേ ക്ഷേത്രത്തിന് ബാക്കി ചെല്ലുള്ളൂ. ലോകത്തിലെ ഏതെങ്കിലും മതത്തിന് 10 ചതുരശ്ര കിലോമീറ്റർ നിൽക്കുന്ന ഒരു ആരാധനാലയം ഉണ്ടോ? ലോകത്തിലെ ഏതെങ്കിലും മതത്തിന് 1.5 കിലോമീറ്റർ നീളമുള്ള ക്ഷേത്രം ഉണ്ടോ? ഇല്ല. ഗുജറാത്തിലൊരു സ്ഥലമുണ്ട്, പാലത്തീനോ എന്നൊരു സ്ഥലം. ഒരു മലയും അതിന്റെ ചുറ്റിലും 1000 ക്ഷേത്രമാണ്. 1000 ക്ഷേത്രം, 1000 ടെമ്പിൾസ്. 600 കൊല്ലം പഠിച്ച രാജവംശം. അതിലേതൊരു ആൺകുട്ടി ജനിച്ചാൽ ഒരു ദേവന്റെ പേര് ക്ഷേത്രം, ഒരു പെൺകുട്ടി രാജകുമാരി ജനിച്ചാൽ ഒരു ദേവിയുടെ പേരിലൊരു ക്ഷേത്രം. ഞാനിത് കാണാൻ പോയി. ഒരു ദിവസം പകൽ മുഴുവൻ നടന്നപ്പോൾ ഒരു 28-30 ക്ഷേത്രം കണ്ടുള്ളൂ. ഞാൻ ചോദിച്ചു, ഇത് മുഴുവൻ കാണാൻ എന്ത് ചെയ്യണം? അവിടുത്തെ DYSPനോട് സാർ ഇവിടെ ഒരു വീട് വാടകയ്ക്കെടുത്തൊരു 3 മാസം താമസിച്ചാൽ ഞാൻ എല്ലാം കാണിച്ചു തരാമെന്നത്. ഞാൻ പറഞ്ഞു, പൊതുവെ എനിക്ക് ഒരാഴ്ചത്തെ ലീവിലുള്ള ഞാൻ തിരിച്ചു വന്നു. അപ്പം എൻ്റെ ഭാഗ്യത്തിനൊരു കോടീശ്വരൻ അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. DYSP എന്ന് പറഞ്ഞു, കേരളത്തിൽ നിന്ന് IG വന്നിട്ടുണ്ട് സാറേ, ഒന്ന് കറക്കാൻ സമ്മതിക്കും, കൊണ്ടുപോക്കണം പറഞ്ഞു. ഞാൻ ആ DYSP ഹെലികോപ്റ്റർ കയറി ആ മലയൊന്ന് ചുറ്റി. 1000 ക്ഷേത്രം ഒരു മലയ്ക്ക് ചുറ്റും. ലോകത്തിൽ ഏതെങ്കിലും മതത്തിനുണ്ടോ ഒരു മലയുടെ ചുറ്റും 1000 ആരാധനാലയം? ഹിന്ദുമതത്തിന് മാത്രമുള്ളൊരു വലിയ പ്രത്യേകതയാണ്. പക്ഷെ ആ 1000 ക്ഷേത്രങ്ങളിൽ 400ഓളം ക്ഷേത്രം ശ്രീരാമനും ലക്ഷ്മണനും ശത്രുഘ്നനും ഭരതനും ഉള്ളതാണ്. നിങ്ങളിവിടെ 4 അമ്പലത്തെ പറ്റി പറയുന്നില്ല. ആ 4 അമ്പലത്തിന്റെ ശരിക്കുള്ള രൂപം നിങ്ങൾ പാലത്തിനോ പോയി നോക്കി കാണാം. 400 ടെമ്പിൾസ് ഫോർ ദ 4 ബ്രദേഴ്സ്. ഇതാണ് രാമായണത്തിന്റെ അത്ഭുതം. നിങ്ങൾ കിട്ടിയ അപൂർവമായൊരു ഭാഗ്യമാണ് ഈ 4 അമ്പലം. ആ 4 അമ്പല പ്രദക്ഷിണവും എല്ലാം ചെയ്തു വരുമ്പോൾ ഒരു രാമായണ മാസം മുഴുവൻ ആചരിച്ചതിൻ്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടും. ഈ രാമായണ മാസം നിങ്ങൾ ആധ്യാത്മ രാമായണം വളരെ ഭംഗിയായി വായിച്ച് 6 കാണ്ഡവും തീർത്ത് ആരാണ് ശ്രീരാമൻ, എന്താണ് രാമായണം എന്ന് മനസ്സിലാക്കി രാമരാജ്യം എങ്ങനെയായിരിക്കണം, നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എങ്ങനെ രാജ്യം ഭരിക്കണം, ശ്രീരാമനെ പോലെ ഭരിക്കേണ്ടത് എങ്ങനെയാണ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെയാണ് പഞ്ചായത്ത് ഭരിക്കാൻ വളരെ കൃത്യമായി രാമായണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വലിയ മാതൃക, രാമായണത്തിലെ മാതൃക സ്വീകരിക്കാനും ശ്രീരാമനെ പോലെ ഉത്തമരായ മനുഷ്യരായി തീരാനും നിങ്ങൾക്ക് ഏവർക്കും ഈ 4 അമ്പല പ്രതിഷ്ഠയുടെ ആരാധനാ സമ്പ്രദായം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.